ആഴക്കടലിൽ ജീവൻ പണയം വെച്ച് അധ്വാനിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് എത്തിയാണ് ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിച്ചത്. ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ, സമൃദ്ധിയുടെ വിഷു, ബജറ്റിലൊതുങ്ങുന്ന ഏറ്റവും വലിയ കളക്ഷനുകളുമായി ശോഭിക ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷം ആവേശം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയാണ് ഉണ്ണിത്താൻ മടക്കര തുറമുഖത്തെത്തിയത്. മത്സ്യം ലേലം ചെയ്യുന്നവരോടും മത്സ്യത്തൊഴിലാളികളോടും വിൽപ്പനക്കാരോടും വോട്ട് തേടിയ UDF സ്ഥാനാർത്ഥി ചെമ്മീൻ മുതൽ കരിമീൻ വരെയുള്ള മത്സ്യങ്ങളുടെ വില ചോദിച്ചറിഞ്ഞു. നല്ല തിരക്കായിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ കണ്ടതോടെ പലരും ഹസ്തദാനം നടത്തിയും സെൽഫി എടുത്തും പിന്തുണ അറിയിച്ചു. ഓലമീനും അയക്കൂറയും കരിമീനും കയ്യിലെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ കരിമീനിൽ പുള്ളിയുടെ കറുത്ത മീനാണ് രുചിയിൽ കേമമെന്ന് ചുറ്റുമുള്ളവരോട് പറഞ്ഞു. ദിവസങ്ങളായി കടലിൽ പോയി വലിയ വള്ളങ്ങളിൽ മത്സ്യങ്ങൾ എത്തിച്ച തൊഴിലാളികളുടെ മത്സ്യക്കൊട്ട കരക്കെത്തിക്കാൻ സഹായിച്ച അദ്ദേഹം ചെറിയ തോണിയിലുള്ളവരോടും മത്സ്യം വാങ്ങാനെത്തിയവരോടും വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന ചെറുവത്തൂരിന്റെ തീരദേശ മേഖലയിൽ പ്രവർത്തിച്ച ആദ്യകാല തൊഴിലാളി നേതാവ് മൂലക്കാൽ കുഞ്ഞിരാമനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആശീർവാദം വാങ്ങി. തുടർന്ന് ചെറുവത്തൂർ ടൗണിലെ വിവിധ ആശുപത്രികളിൽ സന്ദർശനം നടത്തി. നിരവധി UDF നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഉറുമി സ്ത്രീക്ക് ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.